4 മാർക്സിനും 5 മാർക്സിനും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ സെറ്റ് ആക്കിയാലോ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ? 5 എണ്ണമാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ആണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറയും. നമുക്കറിയാം എഡ്യൂക്കേഷൻ കാരണം എന്താ, ഏണിംഗ് കപ്പാസിറ്റി കൂടും, സോഷ്യൽ സ്റ്റേറ്റസ് കൂടും, അതുപോലെ തന്നെ എന്താണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും കൂടും. ഹെൽത്ത് നമുക്കറിയാം, ഫിസിക്കൽ ഹെൽത്തും വേണം, മെന്റൽ ഹെൽത്തും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ ഹെൽത്ത് നല്ല കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മെഡിസിന്റെ രൂപത്തിൽ, പ്രിവെന്റീവ് മെഡിസിൻ, ക്യൂറേറ്റീവ് മെഡിസിൻ ആൻഡ് ഗുഡ് സാനിറ്റേഷൻ ആൻഡ് ഡ്രിങ്കിങ് വാട്ടറിന്റെ രൂപത്തിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എംപ്ലോയേഴ്സിന് ജോലിയിൽ ഇരിക്കെ തന്നെ എന്ത് കൊടുക്കുകയാണ്? ട്രെയിനിങ് കൊടുക്കുകയാണ്. എങ്ങനെ ആ ജോലി ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആ ജോലി ഒന്ന് ബെറ്റർ ആയിട്ട് ചെയ്യാമെന്ന് ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത്? മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ മറ്റുള്ള രാജ്യത്ത് പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ നാട്ടിലും കൂടുതൽ സാലറി അവർക്ക് അവിടെ കിട്ടുമെന്നുള്ള ഉറപ്പിന്റെ പേരിൽ. ആൻഡ് വേറൊരു സംഭവം കൂടി ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് കാരണം റൂറൽ ഏരിയാസിൽ നിന്ന് ആളുകൾ ഏർബൻ ഏരിയാസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ആളുകൾ എന്താ ലേബർ മാർക്കറ്റിനെ പറ്റിയിട്ടും എഡ്യൂക്കേഷനെ പറ്റിയിട്ടും ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെയൊക്കെ പറ്റിയിട്ട് എന്താ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും, വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന്. 2 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഏതാണ് നമ്മുടെ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.